നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഡൽഹി എയിംസിൽ. അമ്പായത്തോട് വേളാങ്കണ്ണി മാതാ കപ്പേളയിൽ മോഷണം. കപ്പേളയുടെ നേർച്ചപ്പെട്ടി തകർത്ത് പണം മോഷ്ടിച്ചു. കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ഇരട്ടി കൂളിച്ചേമ്പ്രയിൽ കുടിവെള്ളം പാഴാകുന്നു. വാർത്തകൾ വിശദമായി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം. 72 വയസ്സായിരുന്നു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 72 വയസ്സായിരുന്നു. സർവേശ്വര സോമയാജി യെച്ചൂരി, കൽപ്പകം യെച്ചൂരി ദമ്പതികളുടെ മകനായി 1952 ഓഗസ്റ്റ് 12 മദ്രാസിലാണ് യെച്ചൂരി ജനിച്ചത്. പഠനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഒരുപോലെ മികവ് തെളിയിച്ച വ്യക്തി. ദില്ലി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം JNUവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. JNUവിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായത്. 1974 SFIയിൽ അംഗമായി. 3 വട്ടം JNU സർവകലാശാല യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1975 CPIM അംഗമായത്. 1985 12ാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി. 1992 നടന്ന 14ാം പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോയിലെത്തി. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു. വിശാഖപട്ടണത്ത് 2015 നടന്ന 21ാം പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരി ആദ്യമായി ജനറൽ സെക്രട്ടറിയായത്. പിന്നീട് ഹൈദരാബാദ്, കണ്ണൂർ പാർട്ടി കോൺഗ്രസുകളിൽ വീണ്ടും ജനറൽ സെക്രട്ടറിയായി. പ്രമുഖ മാധ്യമപ്രവർത്തക സീമ ചിൽസിയാണ് ഭാര്യ. സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ദില്ലി എയിംസ് മെഡിക്കൽ കോളേജിന് പഠനത്തിന് വിട്ടു നൽകും. 14 ദില്ലി AKG ഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും മൃതദേഹം എയിംസിന് വിട്ടു നൽകുക. ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പേരാവൂരിൽ സർവകക്ഷികളുടെ നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പേരാവൂരിൽ സർവകക്ഷികളുടെ നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു. K. രജീഷ്, ഷിജിത്ത് വായനൂർ, നിഷ ബാലകൃഷ്ണൻ, V. ബാബു മാസ്റ്റർ, M. രാജീവൻ, പ്രഭാകരൻ, ഭാസ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. അമ്പായത്തോട് വേളാങ്കണ്ണി മാതാ കപ്പേളയിൽ മോഷണം. കപ്പേളയുടെ നേർച്ചപ്പെട്ടി തകർത്ത് പണം മോഷ്ടിച്ചു. കിളകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമ്പായത്തോട് സെന്റ് ജോർജ് പള്ളിയുടെ കപ്പേളയായ വേളാങ്കണ്ണി മാതാ കപ്പേളയുടെ നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന് മോഷണം. നേർച്ചപ്പെട്ടിയിലെ പണവും സമീപത്തെ നേർച്ചസാരികളും കള്ളൻ കൊണ്ടുപോയി. CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് സ്ഥാപിച്ച മുറിയുടെ പൂട്ട് തകർക്കാനുള്ള ശ്രമവും കള്ളൻ നടത്തിയിട്ടുണ്ട്. കപ്പേളയുടെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. കഴിഞ്ഞ ദിവസം പള്ളിക്കമ്മിറ്റിക്കാർ പണം നേർച്ചപ്പെട്ടിയിൽ നിന്നും എടുത്തിരുന്നതിനാൽ ചെറിയ തോതിലുള്ള പണമാണ് നഷ്ടമായതെന്ന് പള്ളി കൈക്കാരൻ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇവിടെ ലൈറ്റ് ഓഫാക്കാനായിട്ട് ഒരു ചേച്ചി വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരത്തിയാണ് വന്നപ്പം ഇത് നമ്മുടെ മെയിൻ ഡോറ് തുറന്നു കിടന്നു. അപ്പം അത് തുറന്നു കിടന്ന ഉടനെ പുള്ളിക്കാരത്തി അകത്ത് കയറി നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ നേർച്ചപ്പെട്ടി ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ സാരി ഇടുന്ന ഒരു നേർച്ച ബോക്സ് അത് പൊട്ടിച്ച് വെച്ചിരിക്കുക. അപ്പം അത് കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ പള്ളിയിലെ കൈക്കാരനായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ വന്നത് കണ്ടു. പിന്നെ കേരളം പോലീസിൽ നമ്മൾ ഇൻഫോം ചെയ്തു. അപ്പോൾ അവർ വന്നിപ്പോൾ CCTVൻ്റെ ഫുട്ടേജൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. CCTVൻ്റെ അകത്ത് കയറിയിരുന്നു അവർ? ഇല്ല, അത് പൊളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് ഫൈബർ ഡോർ ആയതുകൊണ്ട് ആ ലോക്ക് പൊട്ടിയില്ല. പക്ഷേ ബാക്കി അത് നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ലോക്ക് പൊട്ടി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പണം നഷ്ടപ്പെട്ടിരുന്നു? പണം ഇപ്പോൾ നമുക്ക് നേർച്ചപ്പെട്ടി ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാനില്ല. എന്തായാലും പണം സാധാരണ ഞങ്ങൾ ഒരു ശനിയാഴ്ചയാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അപ്പം പണം എന്തായാലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്നും ഇതിനകത്ത് ഇതേ ഇപ്പോൾ തന്നെ കാണാം. നമുക്ക് അത് കുറച്ച് ആ മോഷണം നടന്നതിന് ശേഷം ഇത്രയും പൈസ വന്ന് വീണിട്ടുണ്ട് 1-2 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ ആ ഒരു ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു 4-5 ദിവസത്തെ പൈസ അതിനകത്തുണ്ടായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കേളകം SI VV ശ്രീജേഷും സംഘവും സ്ഥലത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചു. സംഭവത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം.
ഇരട്ടി കൂളിച്ചേമ്പ്രയിൽ കുടിവെള്ളം പാഴാക്കുന്നു. കുടിവെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് വെള്ളം റോഡിൽ ഒഴുകുന്നത്. ഒരാഴ്ചയായി ഇരിട്ടി കൂളിച്ചമ്പ്ര വികാസ് നഗർ റോഡരികിലെ കുടിവെള്ള പൈപ്പ് പൊട്ടി ചെറിയ രീതിയിൽ വെള്ളം റോഡിലൂടെ ഒഴുകിയിരുന്നു. എന്നാൽ ബുധനാഴ്ച പൈപ്പുകൾ അറ്റകുറ്റപ്രവൃത്തി നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലും കൂടുതലാണ് വെള്ളം റോഡിലൂടെ ഒഴുകുന്നത്. സമീപത്തുള്ള വീടുകളുടെ മുറ്റത്ത് വരെ വെള്ളം എത്തുന്നുണ്ട്. ഇതുകൂടാതെ റോഡിലും ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇത് നാട്ടുകാർക്കുൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. അവര് റിപ്പയർ ചെയ്ത് പോയതിനു ശേഷമാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ആയിട്ടുള്ളത്. ഇന്നലെയൊന്നും ഇവിടെ യാതൊരു കംപ്ലൈന്റും ഇല്ല. ഞാൻ ചെറുതായിട്ട് പൈപ്പിൽ ചെറുതായിട്ട് ലീക്കേ ഉള്ളു. അവർ വന്ന് റിപ്പയർ ചെയ്ത് പോയതിനു ശേഷമാണ് ഇത്രയും ഭയാനകമായിട്ട് വെള്ളം വരുന്നത്. ഇപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് ഇപ്പൊ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ടുള്ള എപ്പോഴും ഇത് പൊട്ടലിന്റെ പണി. അങ്ങ് പൊട്ടലായിരുന്നു നമ്മളെ വീട്ടിന്റെ. അതെ അതെ ഞാനും പറഞ്ഞു. അത് പൊട്ടിക്കഴിഞ്ഞിട്ടാണ് കൈ കുടുങ്ങിയത്. എത്ര പ്രാവശ്യമായി അത് കുറച്ചേ അതെ അതെ ഞാൻ പറഞ്ഞു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം എല്ലാം പൊട്ടി. രാവിലെ ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടാതെ അങ്ങോട്ട് പോകുന്നില്ല വെള്ളം. ഇതങ്ങനെ അത്തിവരെ പോകുന്നതല്ലേ. ഇപ്പൊ ആർക്കും കിട്ടുന്നുണ്ടാവില്ല. വികാസ് നഗർ അത്തിത്തട്ട് മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പാണ് പൊട്ടിയത്. അധികൃതർ ഇടപെട്ട് പൈപ്പുകൾ അറ്റകുറ്റപ്രവൃത്തി നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ആളം വന്യജീവി സങ്കേതത്തിന്റെയും എടൂർ മൃഗാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആളം പുനരധിവാസ മേഖലയിലെ കന്നുകാലി കർഷകരുടെ കന്നുകാലികൾക്ക് സൗജന്യമായി കുളമ്പ് രോഗ ചർമ്മമുഴ കുത്തിവെപ്പ് നടത്തി. ആറളം വന്യജീവി സങ്കേതത്തിന്റെയും എടൂർ മൃഗാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആറളം പുനരധിവാസ മേഖലയിൽ താമസിക്കുന്ന കന്നുകാലി കർഷകരുടെ കന്നുകാലികൾക്ക് സൗജന്യ കുളമ്പ് രോഗ ചർമ്മമുഴ കുത്തിവെപ്പ് നടത്തി. വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ്, അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ രാഘവൻ, ആറളം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജീവൻ തെനിയാടൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അരുൺ രമേശൻ, സരിക കൃഷ്ണൻ, ഫോറസ്റ്റ് വാച്ചർ രാമചന്ദ്രൻ കാരക്കാടൻ, എടൂർ വെറ്റിനറി ഹോസ്പിറ്റൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പി ബിബിൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. CPIM വേക്കളം ബ്രാഞ്ച് സമ്മേളനം പാലയാട്ടുകരയിൽ നടന്നു. പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജാഫർ നല്ലൂർ ഉദ്ഘാടനം ചെയ്തു. CPM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള വേക്കളം ബ്രാഞ്ച് സമ്മേളനം പാലയാട്ടുകരയിൽ നടന്നു. മുതിർന്ന പാർട്ടി അംഗം പി നാരായണി സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം CPM പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജാഫർ നല്ലൂർ ഉദ്ഘാടനം ചെയ്തു. 24-ാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം മധുരയിൽ വെച്ച് നടക്കുകയാണ്. രാജ്യത്ത് സോഷ്യലിസം നടപ്പിലാക്കപ്പെടണമെന്നും അതിലൂടെ വർഗരഹിതമായ ഒരു സമൂഹം നിലനിൽക്കണമെന്നും ആഗ്രഹിച്ച് ജനാധിപത്യ വിപ്ലവത്തിലൂടെ ഇന്ത്യ രാജ്യത്ത് സോഷ്യലിസം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അതിൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ ഈ മാസം 1-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. സിനിജ സജീവൻ അധ്യക്ഷനായി. വിപിൻ കുമാർ രക്തസാക്ഷി പ്രമേയവും സന്ധ്യ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KP സുരേഷ് കുമാർ, C പ്രഭാകരൻ, ബ്രാഞ്ച് സെക്രട്ടറി KK വിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ഓണത്തോടനുബന്ധിച്ച് കേരള പത്മശാലീയ സംഘം പേരാവൂർ തെരു യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്തു. തെരു മഹാഗണപതി ക്ഷേത്രം ഊരാളൻ നെയ്ക്കുടിയൻ ചന്ദ്രൻ ഇളയച്ചെട്ടിയാൻ ഉദ്ഘാടനം ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് കേരള പത്മശാലീയ സംഘം പേരാവൂർ തെരു യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്തു. തെരു മഹാഗണപതി ക്ഷേത്രം ഊരാളൻ നെയ്ക്കുടിയൻ ചന്ദ്രൻ ഇളയച്ചെട്ടിയാൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു സൽപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓണം ഒരുപോലെ ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് ഇന്ന് ഇവിടെ നടക്കുന്നത് വിതരണ ഉദ്ഘാടനം എന്നെ ക്ഷണിച്ചതിന് ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഈ പത്മശാലീയ സംഘത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും വനിതാ വിങ്ങുണ്ട്. അവരുടേതൊക്കെ ആത്മാർത്ഥമായ ഒരുപാട് ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ കറികളൊക്കെ പല സ്ഥലത്തു നിന്നും സംഘടിപ്പിച്ച് ഇവിടെ എത്തിച്ച് കിറ്റാക്കി നമുക്കിപ്പോൾ വിതരണം ചെയ്യാൻ കഴിയുന്നത്.
ഓക്കെ ഓക്കെ ഓക്കെ. KPS പേരാവൂർ ശാഖാ പ്രസിഡന്റ് മധു കോമരം അധ്യക്ഷത വഹിച്ചു. കയ്യന്തല ചന്തു ചെട്ടിയാൻ, കാക്കര കണ്ണൻ ചെട്ടിയാൻ, കണ്ണൻ കോമരം, രാജൻ കോമരം, രാജേഷ് കോമരം, പ്രകാശൻ ടി, ദേവദാസൻ പി, ചിത്രലേഖ ടീച്ചർ, പാല ബാലൻ, അരക്കൻ ഗോവിന്ദൻ, രമേശൻ തുന്നൻ, നെയ്ക്കുടിയൻ കൃഷ്ണൻ, കയ്യന്തല രാമചന്ദ്രൻ, ചേമ്പൻ ആണ്ടി, ലിഷ്ണു കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ഹെൽത്തി വില്ലേജ് സൊസൈറ്റിയുടെ രണ്ടാമത് ഔട്ട്ലെറ്റ് ഫ്രഷ് ബൈ കണിച്ചാർ പഞ്ചായത്തിലെ കൊളക്കാട് വെള്ളിയാഴ്ച രാവിലെ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കേളകത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹെൽത്തി വില്ലേജ് സൊസൈറ്റിയുടെ രണ്ടാമത് ഔട്ട്ലെറ്റ് ഫ്രഷ് ബൈ കണിച്ചാർ പഞ്ചായത്തിലെ കൊളക്കാട് വെള്ളിയാഴ്ച രാവിലെ 9:30 കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഹെൽത്തി വില്ലേജ് സൊസൈറ്റി പ്രസിഡന്റ് തോമസ് കളപ്പുര, ഭാരവാഹികളായ സനൽ കാലാച്ചിറ, ഷാജൻ കുളത്തിന്റെ മേലേതിൽ, ബോബൻ ജോസഫ് ഇരപ്പക്കാട്ട് എന്നിവർ കേളകത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 6 മാസമായി കേളകത്ത് പ്രവർത്തിച്ചു വരുന്ന ഹെൽത്ത് വില്ലേജ് സൊസൈറ്റിയുടെ രണ്ടാമത് ഔട്ട്ലെറ്റ് കണിച്ചാർ പഞ്ചായത്തിലെ കൊളക്കാട് നാളെ 13-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഏകദേശം 6 മാസമായി കേളകത്ത് മഞ്ഞളാമ്പുറത്ത് പ്രവർത്തിച്ചു വരുന്ന വിഷരഹിത ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രവും അതോടൊപ്പം തന്നെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യുന്ന അതടക്കമുള്ള ഇടപെടലുകളാണ് ഈ കഴിഞ്ഞ 6 മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ മുഴുവൻ ആളുകളും നല്ല സഹകരണമാണ് നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 6 മാസത്തിനുള്ള ആദ്യത്തെ ഔട്ട്ലെറ്റ് നമുക്ക് കൊളക്കാട് ആരംഭിക്കാൻ സാധിക്കുന്നത്. കൊളക്കാട് ഉള്ള ഒരുപാട് ആളുകളുടെ നിർബന്ധം കൊണ്ടുകൂടിയാണ് നമ്മൾ കൊളക്കാട് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓണത്തിന് ശേഷം കൊട്ടിയൂർ നമ്മുടെ 3-ാമത്തെ ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നതാണ്. എല്ലാ മേഖലകളിൽ നിന്നും നല്ല സഹകരണവും നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ അതുപോലെയുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വിൽക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിഷരഹിതമായിട്ടുള്ള മാംസാദികൾ വാങ്ങാനും ആരോഗ്യത്തെ സംരക്ഷിക്കാനും പ്രതിജ്ഞാബദ്ധമാണ് ഹെൽത്ത് വില്ലേജ് സൊസൈറ്റി. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ തുടങ്ങുന്നത്. വിഷരഹിതവും മായവും കലരാത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെൽത്തി വില്ലേജ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനത്തിന് അവരെ സഹായിക്കുക, മലയോരത്ത് അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരം തിരികെ കൊണ്ടുവരിക, മികച്ച ഇനം വിത്തുൽപ്പന്നങ്ങളും മറ്റ് കാർഷിക അറിവുകളും കർഷകരിലേക്ക് എത്തിക്കുക, മികച്ച വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കർഷകർക്ക് എത്തിച്ചു നൽകുകയും അത് വിപണനം ചെയ്യുന്നതിനുള്ള സഹായം നൽകുകയും ചെയ്യുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഹെൽത്തി വില്ലേജ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം 100% ഗ്യാരണ്ടിയോടെയാണ് വിൽക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലയോര മേഖലകളിൽ ആരോഗ്യത്തെ സംബന്ധിച്ച് ഒരു നല്ല കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ ഈ 2-ാമത്തെയും 3-ാമത്തെയും ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ആക്കാൻ പോകുന്നത്. കഴിഞ്ഞ 6 മാസം ഞങ്ങൾ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മലയോര കർഷകരിൽ നിന്ന് തന്നെ മാക്സിമം സാധനങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ ജൈവ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുകയും അവർ ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലമായിരുന്നു അവർക്കൊരു വിപണന കേന്ദ്രമില്ല എന്നുള്ളത്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് മാർക്കറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വില കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് ആ സമയത്ത് വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കർഷകരെ സംബന്ധിച്ച് വലിയൊരു ഒരു പ്രോബ്ലമായിരുന്നു. ആ ഒരു പ്രോബ്ലത്തെ ഞങ്ങൾ ഒരു പരിധിവരെ ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞു. ഹൈവിഷൻ ന്യൂസ്, കേളകം. പഴയകാല IASF നേതാവ് PVK രാമന് ഇരട്ടിയിൽ സ്വീകരണം നൽകി. AISF പഴയകാല നേതാവ് ഹൈദരാബാദിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിവരുന്ന PKV രാമന് ഇരട്ടികൾ സ്വീകരണം നൽകി. തെലങ്കാന മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി യുവജന രംഗത്ത് അക്കാലത്തുള്ള സഖാക്കളുടെ സംരക്ഷണം, കാരണം പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം ഇവിടെയുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു തോമസ് അവിടെ ഇരിക്കുന്നില്ല. അവനിപ്പോഴും വിദ്യാർത്ഥിയാണ്.
തോമസിനെ ഓർക്കുന്നുണ്ടല്ലോ. തോമസ് ഈ ഇടുക്കിയിലെ പ്രാന്തപ്രദേശങ്ങളിൽ ഒതുങ്ങി കഴിയുകയാണ്. പടിയുടെ എന്റെ സംഭാവന ഞാൻ പോകുന്നു, എനിക്കറിയാം. ഈ ഒരു സാന്നിധ്യമാണോ, ഈ ഒരു സംഘാടനമാണോ ഇതുപോലുള്ളവരെയെല്ലാം ഇതിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന സ്ഥിതി ഉണ്ടായി. റെനി ഇവിടെയുണ്ട്, പക്ഷെ ജോർജ് കുട്ടിയാണ് ഒന്ന് പ്രധാനി. അല്ലേ തോമസ്? ജോർജ് കുട്ടിയാണെന്ന് പ്രധാനി. നാരായണൻ കുഞ്ഞിക്കണ്ണത്തുണ്ട്. അഡ്വക്കേറ്റ് വി ഷാജി അധ്യക്ഷത വഹിച്ചു. കെ ടി ജോസ്, വി കെ സുരേഷ് ബാബു, കെ പി കുഞ്ഞികൃഷ്ണൻ, നാരായണൻ, കെ ആർ ലിജുമോൻ, അബ്ദുൾ സത്താർ, ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ, പായം ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരട്ടിയിൽ വെച്ച് നടക്കുന്ന രണ്ടാമത് ഗണേശോത്സവത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം വിനായക ചന്ദ്ര ദീക്ഷിതർ നിർവഹിച്ചു. ഇരിട്ടിയിൽ വെച്ച് നടക്കുന്ന രണ്ടാമത് ഗണേശോത്സവത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം വിനായക ചന്ദ്ര ദീക്ഷിതർ നിർവഹിച്ചു. കൂടാതെ ഈ ഭഗവാന്റെ ഈ ലീലാവിലാസങ്ങൾ തുടക്കം ഇന്നു മുതൽ കുറിച്ചു. അത് 21-ാം തീയതിയാണ് നിമജ്ജനം ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും മംഗളപരമായി തീരുവാനും ഈ ഉത്സവ പാരമ്പര്യം പൂർണ്ണമായി എത്തിക്കുവാനും ഞാൻ ഹൃദയസ്ഥനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ട് ഭാഷണം ചെയ്തിട്ട് സമയം കഴിയുന്നില്ല. കാരണം വെച്ചാൽ വിശിഷ്ട വ്യക്തികൾ ധാരാളം നിങ്ങളോട് സംസാരിക്കാറുണ്ട്. അതായത് നമ്മുടെ വേദങ്ങളിൽ പറയുന്നതിനും കൂടുതലായിട്ട് പല കാര്യങ്ങളും അതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഗോപ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. അത് പല ഗ്രന്ഥങ്ങളും നമ്മൾ വായിച്ചാൽ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ. വേദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ എന്ന് തന്നെ പറയാം, അഗസ്ത്യർ എഴുതിയ ഗാണപഥ്യം എന്ന ഒരു ഗ്രന്ഥ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നമ്മൾ വേദത്തിൽ പറയുന്നതിനും അപ്പുറം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടും എഴുതിയിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. അണ്ടയുഗമെന്ന യുഗവും കഴിഞ്ഞ കാലേ അങ്കിപുഴക സോമനോടു വായുമില്ലാത്ത നാളിൽ ഉണ്ടതിനുമേലൊരഴകിയോരമൃതയോഗം 9 പദവും കഴിഞ്ഞുള്ളൊരു കാലം മണ്ഡലമില്ല മയമില്ല മനം ഒന്നേ താൻ മന്ത്രികൾ മൂവരുമില്ലാതൊരു നെരിയൊരു കാലം ചുണ്ടുകൊടുന്തു പന്തു നുകരും സ്വരിശീരെല്ലാം സുന്ദരമതാം ഗണപതിക്ക്. എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എം ആർ സുരേഷ്, സതീഷ് ചന്ദ്രൻ, വത്സന്തലങ്കേരി, പി എൻ കരുണാകരൻ, സി വി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇരട്ടി മെട്രോ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരട്ടി മെട്രോ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. പ്രസിഡന്റ് കെ പി അലി ഹാജി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സോബിൻ തോമസ്, ട്രഷറർ എൻ ജെ ജോഷി, വൈസ് പ്രസിഡന്റ് സാം തോമസ്, ജോയിന്റ് സെക്രട്ടറി കെ ഫൈസൽ, എ പി ഷിബു, പി ആർ ഉണ്ണികൃഷ്ണൻ, യു കെ ഉമേഷ്, കെ സി രാമകൃഷ്ണൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് സിദ്ദിഖ് ഇല്ലിക്കൽ, സെക്രട്ടറി മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരട്ടി മെട്രോ യൂണിറ്റ് ബസ് സ്റ്റാൻഡിൽ മുമ്പ് ഞങ്ങൾ കൊടുത്തു വരുന്ന 2 വർഷത്തോളമായി നിന്ന് പോയിട്ട് കൊറോണയിലായിട്ട് അത് ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ വിപുലമായി ഒരു 10-60 പേർക്ക് കൊടുക്കാൻ സമ്മാനം ഓണക്കിറ്റ് കൊടുക്കാൻ കഴിഞ്ഞു. അതിന് എൻ്റെ പ്രവർത്തകരെയും എന്നോടുകൂടെ പ്രവർത്തിച്ച എൻ്റെ മെട്രോ യൂണിറ്റിൻ്റെ യൂത്ത് വിങ്ങിനെയും എൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറെയും ഞാൻ വളരെയധികം സന്തോഷവും എന്നും നമുക്കിതുപോലെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിർധനരായ 50ഓളം കുടുംബങ്ങൾക്കായി 1000ഓളം വില വരുന്ന ഭക്ഷ്യസാധനങ്ങളും പച്ചക്കറികളും തുണി ഉൾപ്പെടെയുള്ള കിറ്റുകളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊട്ടിയൂർ യൂണിറ്റ് മെമ്പർമാർക്കുള്ള ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് എസ് ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊട്ടിയൂർ യൂണിറ്റ് മെമ്പർമാർക്കുള്ള
ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. നീണ്ടുനോക്കി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊട്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് എസ്.ജെ. തോമസ് വ്യാപാരി അംഗം ലാലു മുത്താലത്തോട്ടത്തിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി കെ.എ. ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സണ്ണി വാഴക്കാമലയിൽ, ശ്രീജിമോഷ് എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. തന്നെ കഴിയും പോലെ സംഘടന എല്ലാ മെമ്പർമാർക്കും ഓണക്കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഓണക്കിറ്റ് കൊടുക്കുന്ന വിതരണ ഉദ്ഘാടനം ഇപ്പോൾ നടത്തപ്പെടുകയാണ്. ഹൈവിഷൻ ന്യൂസ്, കേരളം. ഇരട്ടി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഇരട്ടി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് ഇരട്ടി ടൗണിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. രണ്ട് ദിവസങ്ങളിലായാണ് വിവിധ പരിപാടികളുടെ ഓണാഘോഷം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇരട്ടി നഗരസഭയും കീഴൂർ ചാവശ്ശേരി കൃഷിഭവനും ചേർന്ന് പുന്നാട് ടൗണിൽ ഓണം പച്ചക്കറി വിൽപ്പന സ്റ്റാൾ തുറന്നു. ഇരട്ടി നഗരസഭയും കീഴൂർ ചാവശ്ശേരി കൃഷിഭവനും ചേർന്ന് പുന്നാട് ടൗണിൽ ഓണപ്പച്ചക്കറി വിൽപ്പന സ്റ്റാൾ തുറന്നു. കർഷകരിൽ നിന്നും നേരിട്ട് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലക്ക് നൽകി പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുകയാണ് ലക്ഷ്യം. പുന്നാട് ടൗണിൽ ആരംഭിച്ച താൽക്കാലിക വിൽപ്പനശാല നഗരസഭാ ചെയർപേഴ്സൺ കെ. ശ്രീലത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ പി. ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി. കെ. ബൽക്കീസ്, എ. കെ. രവീന്ദ്രൻ, കെ. സുരേഷ്, കൗൺസിലർ ടി. വി. ശ്രീജ, കൃഷി ഓഫീസർ ജിതിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇരട്ടി സാക്ക് കമ്പ്യൂട്ടർ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കള മത്സരം സംഘടിപ്പിച്ചു. ഇരട്ടി സാക്ക് കമ്പ്യൂട്ടർ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കള മത്സരം സംഘടിപ്പിച്ചു. വിവിധ ക്ലാസുകളുടെ അടിസ്ഥാനത്തിലാണ് പൂക്കള മത്സരം നടത്തിയത്. വിജയികൾക്ക് ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ. ശ്രീലത ഉപഹാരങ്ങൾ നൽകി. വളരെയധികം നന്ദി കൂടി ഓണാശംസകൾ. പൂക്കള മത്സരം ജഡ്ജ് ചെയ്യാനെത്തിയ മാതൃഭൂമിയുടെ സദാനന്ദൻ ഗുരു, അതുപോലെ രാജീവ നടുവനാട്, പ്രിയേഷ് അടക്കമുള്ള ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഓണാഘോഷം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥലത്തും നമ്മൾ കഴിഞ്ഞ വർഷം ഭയങ്കര ഗംഭീര ഓണാഘോഷം നടത്തിയതാണ്. ഇപ്രാവശ്യം നമുക്കറിയാം, നമുക്ക് ദുഃഖത്തിലാഴ്ത്തിയ വയനാട് ദുരന്തം ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ എല്ലാ സ്ഥലത്തും ഓണാഘോഷം ഗംഭീരമായി നടത്തിയില്ല. സാക്കിൻ്റെ തന്നെ പരിപാടി നമ്മുടെ MPHലും അതുപോലെ പിന്നെ നേരമ്പോക്കിൽ എല്ലാം നടത്തുന്നുണ്ട്. പരിപാടി വലിയ പരിപാടിയായിട്ട് നടത്തി വലിയ ആഘോഷമായിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആഘോഷ പരിപാടി ഇപ്രാവശ്യം വലിയ രീതിയിലില്ലാതെ മാറ്റിവെച്ചിട്ടാണ് ഉള്ളത്. എന്തായാലും ഓണം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സന്ദേശം നൽകുന്ന മാസം തന്നെയാണ്. അതുപോലെ ചിങ്ങമാസത്തിലെ ചിങ്ങപ്പിള്ളരിയും ഒരു വലിയ ആഘോഷത്തിൻ്റെ തിളപ്പിലാണ് നമ്മളൊക്കെ ഉണ്ടാകല്. എന്തായാലും ആ ഒരു സന്ദേശം ഇല്ലെങ്കിൽ ഈ വർഷം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കേണ്ട ഒരു സമയമായിരുന്നു. മഴ നിർത്താത്തൊരു പ്രശ്നമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓണാശംസ നേരുകയാണ്. സാക്ക് അക്കാദമി നടത്തുന്ന ഓണാഘോഷ പരിപാടിയുടെ രണ്ടാം ദിനമായ ഇന്ന് മഹനീയ സാന്നിധ്യം കൊണ്ട് വളരെ ആലങ്കാരികമായി തീർത്ത നമ്മുടെ മേമനോട്, ശ്രീലേശിയോട്, ഇരട്ടിയുടെ വികസന മുഖത്തോട്
ഞങ്ങളുടെ സാക്ക് അക്കാദമിയുടെ കടപ്പാട് ആദ്യം തന്നെ അറിയിക്കുകയാണ്. സാക്ക് അക്കാദമി ഇന്നറിയാം, ഇത്തവണ വിവിധ സ്ഥാപനങ്ങളിൽ എല്ലാവരും തന്നെ ഓണാഘോഷ പരിപാടി നടത്തുന്ന ഒരു ദിനമാണ് ഇന്ന്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. സ്കൂൾ മാനേജർ ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഷാജി തെക്കേമുറിയിൽ ഉദ്ഘാടനം ചെയ്തു. പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് സ്കൂൾ അങ്കണത്തിൽ നടന്നു. സ്കൂൾ മാനേജർ ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഷാജി തെക്കേമുറിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ പൂച്ചെടി കൃഷി ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഈ വന്നിരിക്കുന്ന ഇത്രയും പേരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒരു ചെടിയെങ്കിലും നടണം. ഞാനിത് പറയാൻ പഠിച്ചതും ഞാൻ എൻ്റെ എവിടെയൊക്കെ പോയിരുന്നു അവിടെയെല്ലാം ചെടി നട്ടിട്ടുണ്ട്. എൻ്റെ കാരണം, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ഒരു വഴി മാറി ഇങ്ങനെ മല കയറി പോകാൻ വേണ്ടി നടന്നു പോകും. അങ്ങനെ പോകുമ്പോൾ ഇപ്പോഴത്തെ നേരത്തെ ഒരു രാഷ്ട്രീയ നേതാവായിരുന്ന, ഇപ്പോഴും അതെ, ജെയിംസ് മാത്യു എന്ന് പറഞ്ഞൊരു MLA ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് മുറ്റത്തൂടെ ഞങ്ങൾ പോണേ. അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ വിശാലമായി ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഒരിക്കൽ ഞങ്ങൾ ചെല്ലുമ്പം നല്ല നാടൻ റോസിൻ്റെ തണ്ടിങ്ങനെ വെട്ടി ഇങ്ങനെ വാഴപ്പോളക്കകത്ത് പൊതിഞ്ഞു, കാരണം മുള്ളു കൊള്ളാതിരിക്കാൻ വേണ്ടി പൊതിഞ്ഞ് വെച്ചിരിക്കുക. എന്താണെന്നറിയോ, അതിലെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഒറ്റ കണ്ടീഷനെ പറഞ്ഞുള്ളൂ, കൊണ്ടുപോയി കുഴിച്ചു വെക്കണം, ആദ്യത്തെ പൂ എനിക്ക് കൊണ്ടുതരണമെന്ന്. ഞാൻ ആദ്യത്തെ പൂ കൊണ്ട് കൊടുത്തിയ ആൾ. അപ്പോൾ അതെനിക്കൊരു വലിയ പ്രചോദനമായിരുന്നു, പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുക. നമ്മളൊരു പൂച്ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ ഈശ്വരന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, വേറെ ആർക്കും വേണ്ടിയിട്ടില്ല. ഈശ്വരനാണ് ഓരോ പൂവും സൃഷ്ടിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ സുന്ദരമാക്കുന്നത്. അപ്പോൾ നമ്മളൊരു പൂച്ചെടി നട്ടുപിടിപ്പിച്ചൊരു പൂവുണ്ടാകുമ്പോൾ ഈ പ്രകൃതിയെ സുന്ദരമാക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ സൃഷ്ടികർമ്മത്തെ നമ്മൾ പങ്കുചേരുകയാണ്. ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും, ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പള്, സാറും അവിടെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, സോജ സാറ്, പിന്നെ PTA ഭാരവാഹികൾ, അധ്യാപകർ, പ്രിയപ്പെട്ട CB, എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ചെടിയുടെ നമ്മൾ പറയുന്ന വിളവെടുപ്പ് PTA പ്രസിഡന്റ് സിബി കുമ്പുക്കൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ KV സെബാസ്റ്റ്യൻ, ഹെഡ് മാസ്റ്റർ സണ്ണി K സെബാസ്റ്റ്യൻ, തൊണ്ടിയിൽ സെന്റ് ജോൺസ് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ സോജൻ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കൊട്ടിയൂരിലെ വിബ്ജിആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് ആൻഡ് ഡെവലപ്മെന്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു. കൊട്ടിയൂർ വെബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് ആൻഡ് ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങളും ഓണസദ്യയും ഓണസമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. ഓണത്തിനോടനുബന്ധിച്ച് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. ഈ ഓണാഘോഷത്തോടൊപ്പം ചേരുകയാണ് വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇവിടെ IELTS, OET, PTE, TOEFL, ജർമ്മൻ തുടങ്ങി വിവിധ കോഴ്സുകളുടെ കോച്ചിങ് നടക്കുന്നതിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ട്. കൊട്ടിയൂരും കാസർഗോഡും കാഞ്ഞിരപ്പള്ളിയിലും പ്രവർത്തിക്കുന്ന വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതേ സമയം തന്നെ ആഘോഷം നടക്കുകയാണ്. ഈ സമയത്ത് ലോകമെങ്ങുമുള്ള മലയാളികളോട് ഓണത്തിൻ്റെ ആശംസകൾ നേരുകയും അതുപോലെ തന്നെ വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 25% മുതൽ 75% വരെ സ്കോളർഷിപ്പുകൾ വിവിധ കോഴ്സുകൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അതിനായിട്ടുള്ള അവസരം വിനിയോഗിക്കുവാൻ പഠിതാക്കളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. ഹൈ വിഷൻ ന്യൂസ്, കേളകം. ചെമ്പേരി ഇടമന മരിയൻ ഭവനിൽ പ്രത്യക്ഷ തിരുനാളിന് തുടക്കമായി. ചെമ്പേരി ഇടമന ലാസലറ്റ് മരിയൻ ഭവനിൽ
പരിശുദ്ധ ലാസ്ലെറ്റ് മാതാവിന്റെ 179ാമത് പ്രത്യക്ഷ തിരുനാളിന് തുടക്കമായി. ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ജപമാല, പ്രാർത്ഥന, കൊടിയേറ്റ്, ലതീൻ എന്നിവയ്ക്ക് ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്ക റെക്ടർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് നേതൃത്വം നൽകി. തുടർന്ന് നൊവേനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ഫാദർ ചെറിയാൻ ചെമ്പകശ്ശേരിയിൽ കാർമ്മികത്വം വഹിച്ചു. 18 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 4:30 ജപമാല, പ്രാർത്ഥന, നൊവേന, വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടായിരിക്കും. ഫാദർ സനീഷ് പൂവത്തിങ്കൽ, ഫാദർ ലിബിൻ തോമസ് ഏഴുപറയിൽ, ഫാദർ പോൾ വള്ളോപ്പിള്ളി, ഫാദർ ഷാരോൺ പാറത്താഴെ, ഫാദർ ജസ്ബിൻ പുലവേലിൽ, ഫാദർ ജോസഫ് പുതുമന, ഫാദർ അനൂപ് മാഞ്ചിറയിൽ എന്നിവർ വിവിധ ദിവസങ്ങളിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രധാന തിരുനാൾ ദിനമായ 19 വൈകുന്നേരം 4:45 നൊവേനയ്ക്ക് ശേഷം ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വാണിജ്യം. കേളകത്ത് റോയൽ പാരഡൈസ് ഫാമിലി റെസ്റ്റോറന്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പേരാവൂർ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൈഥിലി രമൺ ഉദ്ഘാടനം ചെയ്തു. കേളകം പോലീസ് സ്റ്റേഷന് സമീപം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ, നാടൻ ഭക്ഷണങ്ങൾ ഒരുക്കി റോയൽ പാരഡൈസ് ഫാമിലി റെസ്റ്റോറന്റ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. പേരാവൂർ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൈഥിലി രമണൻ ഉദ്ഘാടനം ചെയ്തു. കേരളം എന്ന് പറഞ്ഞാൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ്. ഇവിടെ തീർച്ചയായിട്ടും നല്ലൊരു ഹോട്ടൽ ഉണ്ടാവുക എന്നുള്ളത് ഇവിടുത്തെ ആളുകളുടെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ അടക്കം ഏറ്റവും സൗകര്യത്തിലുള്ള ഒരു ഹോട്ടലായിട്ടാണ് ഇത് കാണുന്നത്. തീർച്ചയായും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പം നേരത്തേക്കാൾ കുറേയും കൂടെ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. AC റൂം അടക്കം ഇവിടെ ആക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഇനി നല്ല സേവനം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് മനസ്സ് നിറയുന്ന രീതിയിലുള്ള ഒരു സേവനം ഇവിടെയുള്ള ആളുകൾ അങ്ങനെ ആ രീതിയിൽ ശ്രദ്ധിക്കുക. തീർച്ചയായും ഇതിൻ്റെ പ്രശസ്തി നമ്മുടെ കേരളത്തിനകത്തും പുറത്തും പരക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പഞ്ചായത്ത് അംഗം ജോണി പാമ്പാടി, സന്തോഷ് മണ്ണാർകുളം, കൊച്ചിൻ രാജൻ, ബിബിൻ കടക്കുഴ, ബാബു, പി ഗിരീഷ് കുമാർ, ജോസ് വെട്ടുകുഴിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കേളകം. ചരമം. അമ്പായത്തോടിലെ ഓലിക്കൽ മാത്യുവിന്റെ ഭാര്യ ഏലിക്കുട്ടി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. മക്കൾ ജോസഫ്, ജോൺസൺ, സിസ്റ്റർ ഷൈനി, ആന്റണി മാത്യു, നിഷ മാത്യു. മരുമക്കൾ മിനി, ലിസി, മിനി, സുനിൽ. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് അമ്പായത്തോട് സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ. കിളിയന്തറയിലെ വാണക്കുഴിയിൽ ജോർജ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഭാര്യ അന്നമ്മ. മക്കൾ മിനി, സിജി, ഉല്ലാസ്. മരുമക്കൾ ബിജു, ഷാരു, ദിൽന. സംസ്കാരം വെള്ളിയാഴ്ച 11 മണിക്ക് കിളിയന്തറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ. ഇരട്ടി ആനപ്പന്തിയിലെ ചാശ്ശേരിയിൽ ജോർജിന്റെ ഭാര്യ ഡോളമ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. മക്കൾ അൻസ്റ്റെഫി, ബെൻ സാഞ്ചസ്, അൽഫോൺസ. മരുമക്കൾ ഷിൻഡോ, റിയ. സംസ്കാരം വെള്ളിയാഴ്ച 3 മണിക്ക് ആനപ്പന്തി കരുണാമയനായ ഈശോയുടെ പള്ളി സെമിത്തേരിയിൽ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 228, പേരാവൂർ 228, കൊട്ടിയൂർ 228. റബ്ബർ ലോട്ട് ഇരിട്ടി 208, പേരാവൂർ 218, കൊട്ടിയൂർ 219. ഒട്ടുപാൽ ഇരിട്ടി 115, പേരാവൂർ 120, കൊട്ടിയൂർ 122. കുരുമുളക് ഇരിട്ടി 625, പേരാവൂർ 620, കൊട്ടിയൂർ 625. കൊട്ടടിക്ക ഇരിട്ടി 320, പേരാവൂർ 320, കൊട്ടിയൂർ 320. നീ വന്നു അഴകേ പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6705, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഡൽഹി എയിംസിൽ. അമ്പായത്തോട് വേളാങ്കണ്ണി മാതാ കപ്പേളയിൽ മോഷണം. കപ്പേളയുടെ നേർച്ചപ്പെട്ടി തകർത്ത് പണം മോഷ്ടിച്ചു. കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ഇരട്ടി കൂളിച്ചേമ്പ്രയിൽ കുടിവെള്ളം പാഴാകുന്നു. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.